അടുത്തത് നമ്മൾ പഠിക്കുന്ന മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഒരു കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മലയാളത്തിൽ കമ്പനിയുടെ ബാഹ്യകാര്യ നിയമാവലി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയും. അതിൻ്റെ ഒരു നിയമാവലിയാണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞേക്കുന്നത്. ഒരു കമ്പനിക്ക് കമ്പനി ആക്ട് 1956 കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഒരു സാധനമാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രകാരമായിരിക്കും ഇതൊരു ലോ പോലെ കാണും. അതൊരു നിയമം പോലെയാണ് കമ്പനിക്കുള്ളത്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് കമ്പനി തന്നെയാണ് എങ്കിലും ഇത് കമ്പനിയുടെ ഒരു നിയമമാണ്. ഇതിന് പുറത്തായിട്ട് കമ്പനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെതിരായിട്ട് കമ്പനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് ഓപ്പോസിറ്റായിട്ട് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. എങ്കിലും ഇതിനകത്ത് എഴുതാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കമ്പനി ആക്റ്റിലുണ്ടെങ്കിൽ അത് ചെയ്യുവാൻ കമ്പനിക്ക് പറ്റും. ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന് കീഴിലാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് പറഞ്ഞേക്കുന്നത് എങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് പറഞ്ഞേക്കുന്ന കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇതിനകത്തിപ്പം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനകത്ത് പറഞ്ഞേക്കുന്ന കാര്യത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് പറഞ്ഞേക്കുന്നത് എങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് ചെയ്താൽ മതി. ഇത് കമ്പനി ആക്ട് പ്രകാരമായിരിക്കണം എല്ലാം രജിസ്റ്റർ എങ്കിൽ മാത്രമേ ഇതിനൊരു അംഗീകാരം കിട്ടത്തുള്ളൂ. കമ്പനി ആക്ടിനകത്താണ് അതിൻ്റെ നിയമങ്ങളെല്ലാം അനുസരിച്ചുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ മാത്രമേ അതിന് അംഗീകാരമുള്ളൂ. ഒന്നാമതായിട്ട് ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ്? കമ്പനി ആക്ടിന് കീഴെയാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ താഴെയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രൈമറി ഡോക്യുമെൻ്റ് ആണ്. ഒരു കമ്പനിയുടെ പ്രൈമറി ഡോക്യുമെൻ്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. കാര്യങ്ങളുള്ളത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതാണ് എന്ത് വരുന്നത്? നെയിം ക്ലോസ്. നെയിം ക്ലോസ് ആണ് ആദ്യമായിട്ട് വരുന്നത്. അതിൻ്റെ പേര്, കമ്പനിയോട് രജിസ്റ്റർ ചെയ്ത പേര്. പേരിനെ കുറിച്ച് മുമ്പേ പറഞ്ഞിരുന്നല്ലോ. നാഷണലായിട്ടും ഗവൺമെൻറ്റിൻ്റെയും നാഷണൽ ലീഡേഴ്സിൻ്റെയോ എക്സിസ്റ്റിംഗ് കമ്പനിയുടെ പേരാവാൻ പാടില്ല. 3 പേരുകൾ കൊടുക്കുക, അതിനകത്ത് അംഗീകരിച്ച ആ ഒരു പേര്. പിന്നീട് രണ്ടാമതായിട്ട് വരുന്നത് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്. രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് എന്ന് വെച്ചാൽ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് എന്ന് വെച്ചാൽ ആ കമ്പനി ഏത് സംസ്ഥാനത്താണ്, ഇപ്പോൾ കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ കേരള, അതാണ് അതിനകത്ത് ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്. കേരളത്തിൽ പത്തനംതിട്ടയിലാണെങ്കിൽ പത്തനംതിട്ട, അങ്ങനെ അതിനകത്ത് രജിസ്റ്റേർഡ് ഓഫീസ് അങ്ങനെ എഴുതും. അത് മൂന്നാമതായിട്ട് വരുന്നത് ഒബ്ജക്റ്റ് ക്ലോസ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കമ്പനി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? എന്താണ് അതിൻ്റെ ലക്ഷ്യം? ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലക്ഷ്യം എന്താണ്? അത് എന്ത് പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്, എന്ത് ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ ആ കമ്പനിയുടെ പ്രവർത്തനം ഉപയോഗിക്കാൻ പാടുള്ളൂ. എങ്കിലും ഒരു കാര്യമുണ്ടാക്കാൻ വേണ്ടി, ഒരു കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിൻ്റെ അലോയോ അതിൻ്റെ ടയറോ കാര്യങ്ങളോ ഉണ്ടാക്കുന്നതിൽ അതിനകത്ത് ഇതിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം എന്ന നിലയിൽ അത് തെറ്റില്ല. അതിൻ്റെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ അതിന് തെറ്റില്ല, അതിന് ചെയ്യാൻ പറ്റുന്നതാണ്. അതും അതിനകത്തൊരു ഒബ്ജക്റ്റായിട്ട് വരുന്നതാണ്. അതിനകത്ത് എഴുതിയിട്ടില്ല എങ്കിലും അതൊരു ഒബ്ജക്റ്റായിട്ട് അതിനകത്ത് വരും. പിന്നീട് അടുത്തത് ലയബിലിറ്റി ക്ലോസ്. അതിനകത്ത് എന്താണ് അതിൻ്റെ ഒരു ലയബിലിറ്റി? ഇപ്പം ഷെയർ ഹോൾഡേഴ്സ് തന്നിരിക്കുന്നത്, ഷെയർ ഹോൾഡേഴ്സിന് ഒരാൾ 25 ലക്ഷം രൂപയുടെ ജസ്റ്റ് ഇമാജിനാണ്, 25 ലക്ഷം രൂപയുടെ ഷെയർ വാങ്ങി. പക്ഷേ അയാൾ 20 ലക്ഷം രൂപയെ കൊടുത്തുള്ളൂ. ഷെയറിൻ്റെ തുകയായിട്ട് 20 ലക്ഷം രൂപയെ കൊടുത്തുള്ളൂ.
ഇയാളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഈ 5 ലക്ഷം രൂപ കൊടുക്കാനുള്ള 5 ലക്ഷം രൂപയാണ് അയാളുടെ ലയബിലിറ്റി. അത് മാത്രമേ ഉള്ളൂ ലയബിലിറ്റി ആയിട്ട് വരുന്നത്. അത് കൂടുതലായിട്ടൊന്നും അയാളുടെ ലയബിലിറ്റി ആയിട്ട് വരത്തില്ല. അടുത്തത് 5ാമത്തെ ലാസ്റ്റ് പോയിന്റ്, അതിനകത്തെ ക്യാപിറ്റൽ ക്ലോസ്. ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി പ്രതിപാദിച്ചിരിക്കുന്നത് 30 ലക്ഷം രൂപയാണ് അതിൻ്റെ ക്യാപിറ്റൽ, അല്ലെങ്കിൽ 50 ലക്ഷം രൂപയാണ് അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുകയാണ്. ആ ഒരു പണം എത്ര രൂപയുടെ ഷെയർ, 1000 രൂപയുടെ ഷെയർ വെച്ചാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു 500 രൂപയുടെ ഷെയർ വെച്ചാണ്, അല്ലെങ്കിൽ 50 രൂപയുടെ ഷെയർ വെച്ചാണ്, എത്ര ആയാലും പറയുകയാണ്. ആ ഒരു എമൗണ്ട് എത്ര ഷെയർ വെച്ച് കൊടുത്താലും ഈ 30 ലക്ഷമാണ് അതിൻ്റെ മൊത്തം ക്യാപിറ്റലെങ്കിൽ അതിൽ കൂടുതൽ സമാഹരിക്കാൻ പറ്റത്തില്ല, അത് വാങ്ങാൻ പറ്റത്തില്ല. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് മേടിക്കാൻ പറ്റത്തില്ല. 50 ലക്ഷമാണെങ്കിൽ 50 ലക്ഷം. അപ്പോൾ ക്യാപിറ്റൽ ക്ലോസ് അത്രയേ ഉള്ളൂ. ഇതാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇനിയുള്ളത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കമ്പനിക്കകത്തെ ഒരു ഒറിജിനൽ ഫ്രെയിം വർക്ക്, അല്ലെങ്കിൽ അതിനകത്തെ കാര്യങ്ങൾ, ഒരു കമ്പനിക്ക് അകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം പറയുന്നതാണ് ഒരു ഇൻറ്റേർണൽ ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. പക്ഷേ ഇതും രജിസ്ട്രാർ കൈമാറുന്നതാണ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന് ഒരു എക്സ്റ്റേണൽ ഡോക്യുമെൻ്റാണ്. ഇത് കമ്പനിയുടെ പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചും പുറത്തുള്ളവർക്കും നൽകുന്ന കാര്യങ്ങൾ, കമ്പനിക്ക് അകത്തുള്ള ഒരു കാര്യം പ്രധാനമായിട്ട് പറയത്തില്ല, പുറത്തുള്ള എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു ഡോക്യുമെൻ്റാണ്, അല്ലെങ്കിൽ പുറത്തുള്ള എല്ലാവർക്കും കൊടുക്കേണ്ടത് ഒരു ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ അകത്തുള്ള ഇൻറ്റേർണലായിട്ടുള്ള കാര്യങ്ങൾ, അതിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ ചെയ്യണം, അതിനകത്ത് ഓരോ തീരുമാനങ്ങളും എങ്ങനെ എടുക്കണം, അതൊക്കെയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അത് പറയുന്നത്. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനകത്ത് ഇതിനകത്ത് കമ്പനിക്കകത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സ് തമ്മിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഒരു വീതം വെപ്പിൻ്റെ കാര്യം, അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ ഇൻറ്റേർണലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് പറയുന്നത്. അടുത്തത് നമ്മുടെ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും തമ്മിലുള്ള ഡിഫറൻസ്, അതിൻ്റെ വ്യത്യാസങ്ങൾ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ തമ്മിലുള്ള ഡിഫറൻസ്. ഒന്നാമതായിട്ട് ഇതിനകത്ത്, അതായത് ഒബ്ജക്റ്റ് ക്ലോസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒബ്ജക്റ്റ് ക്ലോസ് എന്താണ് ഇതിനകത്ത് പറയുന്നുണ്ട്. ഒബ്ജക്റ്റ് ക്ലോസ് എന്താണെന്നാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് പറയുന്നത്. എന്നാൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് അതിൻ്റെ ഒബ്ജക്റ്റ് ക്ലോസ്, അതിനെക്കുറിച്ചാണ് അതിൻ്റെ ലക്ഷ്യം എന്താണെന്നാണ് പറയുന്നത്. പക്ഷെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് ആ ലക്ഷ്യം എങ്ങനെ കൈവരിക്കാം, എങ്ങനെ അതെടുക്കാം, എങ്ങനെ അത് നേടിയെടുക്കാം എന്നാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് പറയുന്നത്. രണ്ടാമതായിട്ട് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ മെയിൻ ഡോക്യുമെൻ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അത് കമ്പനി ആക്ടിന് തൊട്ട് താഴെയുള്ള ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇതിന് വിധേയപ്പെട്ടുകൊണ്ട് വെച്ചാൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന് കീഴിലുള്ള ഒരു ഡോക്യുമെൻ്റാണ്. ഇതിന് പ്രകാരം, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രകാരം മാത്രമേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രവർത്തിക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞൊരു കാര്യവും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് എഴുതാൻ പാടില്ല. അതിന് പ്രകാരം മാത്രമേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ചെയ്യാൻ പാടുള്ളൂ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് വെച്ചാൽ കമ്പനിക്ക് അതിൻ്റെ പുറത്തുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് പറയുന്നതാണ്. അതിൻ്റെ പുറത്തുള്ള ആൾക്കാരെന്ന് വെച്ചാൽ എക്സ്റ്റേണലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് പറയുന്നത്. പക്ഷേ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനകത്ത് ഇൻറ്റേർണലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഇൻറ്റേർണലായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. പിന്നീട് അതിൻ്റെ സാധ്യത, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പറയുന്നതിന് വിരുദ്ധമായിട്ട് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പം എന്തോ ചെയ്താലും അതിനകത്ത് ഇപ്പം ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ പോലും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത്
ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനകത്ത് പറയാത്തമായ കാര്യങ്ങൾ അത് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ അത് നമുക്കിപ്പം ചിലത് ചെറിയൊരു റെസൊല്യൂഷൻ, ഓർഡിനറി റെസൊല്യൂഷൻ വഴി ചെയ്യാൻ പറ്റുന്നതായിരിക്കാം, ചിലത് സ്പെഷ്യൽ റെസൊല്യൂഷൻ വഴി ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും, മാറ്റങ്ങൾ വരുത്തുവാൻ പറ്റും. അതിൻ്റെ നെസസിറ്റിയെ കുറിച്ച് പറയുന്നു. അതിൻ്റെ ആവശ്യകത, അത് വേണ്ടതാണോ വേണ്ടാത്തതാണോ, ഇതാണ് അടുത്തതായിട്ട് പറയുന്നത്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എല്ലാ കമ്പനികൾക്കും നിർബന്ധമാണ്, അത് കമ്പൽസറിയാണ്. പക്ഷേ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷന് നോട്ട് കമ്പൽസറി ഫോർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് ഇത് ആവശ്യം കമ്പൽസറി അല്ല. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ചെയ്യണമെന്ന് കമ്പൽസറി അല്ല. പക്ഷെ അവർ അതിന് പകരമായിട്ട് ടേബിൾ എഫ് ചെയ്താലും മതി. കമ്പനി ആക്ട് 2013 പ്രകാരം ടേബിൾ എഫ് ചെയ്താലും മതി. ടേബിൾ എഫിനെ കുറിച്ച് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കാണുന്നില്ല. പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് ഇത് നിർബന്ധമല്ല. പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾക്ക് നിർബന്ധമല്ല, ബാക്കി കമ്പനികൾക്ക് ചെയ്യണം. ഇത്രയാണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, മെമ്പർ ഓഫ് അസോസിയേഷൻ തമ്മിലുള്ള ബന്ധങ്ങളും വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ.